നിങ്ങളോടെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിവനെ വെടിവെച്ചു കൊന്നത്? കൊല്ലപ്പെട്ടത് ആരാണ്? നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കൊലയാളി എന്ന നോവലിൻ്റെ 75-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. പുഞ്ചക്കൊല്ലി വനത്തിനുള്ളിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെ സത്യമറിയാനാണ് ജീവനും സംഘവും എത്തിയത്. കൊല്ലപ്പെട്ട ആ 2 പേർ ആരൊക്കെയാണ്? നന്ദൻ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? നമുക്ക് കഥ കേട്ടാലോ? ഭയപ്പെട്ടതുപോലെ തടസ്സങ്ങളൊന്നും സംഭവിക്കാതെ അവർ പുഞ്ചക്കൊല്ലിക്കടവിൽ വരെ എത്തി. വഴിയിൽ ആനക്കൂട്ടത്തെയോ ഒറ്റയാനയോ കാണാൻ കഴിഞ്ഞില്ല. അത് അവരുടെ ഭാഗ്യം. കടവിൽ അവരെ കാത്ത് ഒരാൾ നിന്നിരുന്നു. നേരത്തെ തമ്മിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ പരസ്പരം പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. അത് സുമേഷ് തന്നെ ആയിരുന്നു. അവർ പരസ്പരം ഹസ്തദാനം ചെയ്തു. ചുരുക്കം ചില വാക്കുകൾ പരസ്പരം കൈമാറി. വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാനല്ലല്ലോ അവരിവിടെ വരെ വന്നത്. അതുകൊണ്ട് സംസാരം മതിയാക്കി. കൂടെയുള്ളവരെ ആരെയും പരിചയപ്പെട്ടതുമില്ല. അതിനുശേഷമാണ് അവർ വനത്തിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങിയത്. അത്രയും വരെ വന്നപ്പോൾ വഴി കൃത്യമായി ഉണ്ടായിരുന്നു. നല്ലതല്ലെങ്കിലും വിശാലമല്ലാത്തതാണെങ്കിൽ പോലും വരാൻ പേരിന് മാത്രം ഒരു റോഡുണ്ടായിരുന്നു. വനത്തിലേക്ക് കയറിയപ്പോൾ മുതൽ വഴി എന്ന് പറയുന്ന ഒന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഒരേപോലെ തന്നെ. ബെഡ് പോലെ കരിയില വീണ് കിടക്കുന്ന പ്രദേശങ്ങൾ മാത്രം കാണാം. ഇടയ്ക്കിടെ ഓരോ കുറ്റിച്ചെടികളും. അവിടെ മുതൽ അങ്ങോട്ട് യാത്ര കഷ്ടപ്പാട് തന്നെയാണ്. വനയാത്ര മിക്കപ്പോഴും അങ്ങനെയാണ്. ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ ശതാവരിയുടെ മുള്ളുകൾ ശരീരം കീറി മുറിക്കും. അല്ലെങ്കിൽ ചൊറിയുന്ന എന്തെങ്കിലും തരം വള്ളികൾ ശരീരത്ത് വലിയും. പിന്നെ ചൊറിയാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. അത് കൊടിത്തൂവയുടെ കാര്യം. അത് പിന്നെയും സഹിക്കാം. അതിലൊക്കെ ഗ്രേഡ് കൂടിയ കൊടികുത്തിയ മറ്റൊരുത്തനുണ്ട്. ഇലയിലെങ്ങാനും തൊട്ടാൽ വിവരമറിയും. എന്തോ കടിച്ചതാണെന്നേ തോന്നുകയുള്ളൂ. ചൊറിച്ചിലും വേദനയും ദിവസങ്ങൾ കഴിഞ്ഞാലും മാറില്ല. ഇത്തരം ചെടികൾ സുമേഷിന് അറിയാം. അയാൾ കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്താണ് അവരെ കൊണ്ടുപോകുന്നത്. വൻമരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഘോരവനമാണെങ്കിൽ പോലും അവിടെയും ഇവിടെയും കുറിഞ്ഞി പോലുള്ള കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. അത്യാവശ്യം ചിലർക്കെങ്കിലും ഒളിച്ചു നിൽക്കാൻ കുറിഞ്ഞികൾ സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു. കുറിഞ്ഞികളിൽ അത്ര ആകർഷകമല്ലാത്ത പൂക്കൾ എല്ലാ കാലാവസ്ഥയിലും കാണും. എന്താണ് അന്നവിടെ സംഭവിച്ചത് എന്ന് സുമേഷ് ജീവൻ ജോസിനോട് മാത്രമായിരുന്നു പറഞ്ഞത്. ജീവൻ ജോസിനെ മാത്രമാണ് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാണെങ്കിലും സുമേഷിന് അറിയാവുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടിയതെന്നും സുമേഷ് ജീവൻ ജോസിനോട് പറയുന്നുണ്ടായിരുന്നു. ജോസ് മാത്യു അയാളുടെ പിന്നിൽ തന്നെ ആയിരുന്നു നടന്നത്. തലേ ദിവസമാണത്രേ വിവരം ലഭിച്ചത്. അന്ന് ആനമറിയിൽ വന്ന് രഹസ്യമായി തങ്ങിയതിനു ശേഷം നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ പുറപ്പെട്ടതാണ്. പുഞ്ചക്കൊല്ലിയിലേക്കുള്ള വഴിയെ ജീവൻ പണയം വെച്ചാണ് പോന്നത്. പുലർച്ചെയായപ്പോൾ വനത്തിൽ കയറി. ആ ഭാഗമൊക്കെ നക്സലുകളുടെ നിരീക്ഷണമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നേരിട്ട് അവരെ അവിടെ വെച്ച് കണ്ടിട്ടില്ല. എങ്കിൽ പോലും രഹസ്യമായി ലഭിക്കുന്ന അറിവുകളെ വിലവയ്ക്കാതിരിക്കാനും കഴിയില്ല. അങ്ങനെ വിലവയ്ക്കാതിരുന്നാൽ ചിലപ്പോൾ അതിന് ജീവൻ്റെ വില കൊടുക്കേണ്ടി വരും. അവിടെ മുതൽ തുടങ്ങിയ നടപ്പാണ്.
വണ്ടിയിൽ വന്നാൽ നമ്മൾ അവിടെ നിന്നും പുറപ്പെടും മുമ്പ് അവർ വിവരമറിയും. നമ്മൾ ഇപ്പോൾ നടന്നു പോകുന്ന സ്ഥലത്തു നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്റർ കൂടി അപ്പുറം ചെന്ന് കാണും. അപ്പോഴേക്കും എവിടെ നിന്നോ വെടിവയ്പ് തുടങ്ങി. വെടിവയ്ക്കുന്നത് ആരെന്നോ അവർ എത്ര പേരുണ്ടെന്നോ ഞങ്ങൾക്കറിയില്ല. വൻമരങ്ങളുടെ മറവിൽ പതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം അവർ വെടിവയ്പ് നടത്തുന്നത്. നിലത്ത് കമിഴ്ന്നു കിടന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ടും വെടിവെച്ചു. ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന 5 പേർക്കും മറഞ്ഞു കിടക്കാൻ പാകത്തിനുള്ള മരങ്ങൾ ഉള്ള സ്ഥലമായിരുന്നു അത് എന്നത് വലിയ അനുഗ്രഹമായി. ഇങ്ങോട്ട് വെടിവെക്കുന്നത് നക്സലുകളാണെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ അവർ എത്ര പേരുണ്ടെന്നോ അവരുടെ കയ്യിലുള്ള ആയുധം എന്തു തരമാണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും നാടൻ തോക്കല്ല എന്ന കാര്യം ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഇതുപോലെ തുടർച്ചയായി വെടിവെക്കാൻ കഴിയില്ലല്ലോ. പോലീസിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ അത്യന്താധുനികമായ ആയുധങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടെന്നാണ് കേട്ടറിവുണ്ടായിരുന്നത്. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് തുടർന്നതിന് ശേഷം ഞാനൊരു തന്ത്രം പ്രയോഗിച്ചു. തൽക്കാലത്തേക്ക് വെടിവയ്പ് അങ്ങ് നിർത്തി. മരത്തിന് പിന്നിൽ തന്നെ പതുങ്ങി സുരക്ഷിതമായി കിടന്നു. കുറേ സമയത്തേക്ക് 2 കൂട്ടരും പ്രതികരിക്കാതെ കാത്തുനിന്നു. കുറേ സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും വലിയ മരത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരാൾ എത്തി നോക്കുന്നത് കണ്ടു. അവർക്ക് ഞങ്ങളെ കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അതിലൊരാളെ കാണുകയും ചെയ്തു. വീണ്ടും ക്ഷമയോടെ കാത്തു കിടക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. കുറേ കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും 1-2 പേർ കൂടി പുറത്തേക്ക് വന്നു. അവർ ആകെ 4 പേരുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും പുറത്തേക്കിറങ്ങി മരത്തിൻ്റെ മറ പറ്റി വനത്തിലേക്ക് പിൻവാങ്ങുകയാണ്. 50 മീറ്റർ കൂടി കഴിഞ്ഞാൽ പിന്നെ 1.5 ആൾ പൊക്കമുള്ള വലിയ പാറക്കെട്ടുകളാണ്. അതുപോലെ ഇടതൂർന്ന ചൂരൽക്കാടുകളും ഉണ്ട്. ഈ 2 സാഹചര്യങ്ങളും അവർക്ക് രക്ഷപ്പെടാൻ സുഖകരമാണ്. ഞങ്ങൾക്ക് ആക്രമിക്കാൻ ഒട്ടും സുഖകരമല്ലതാനും. അതുകൊണ്ട് ആ 50 മീറ്ററിനിടയിൽ അവരെ വെടിവെക്കാൻ കഴിയണം. ലക്ഷ്യം വെച്ച് ഞങ്ങൾ കാത്തു കിടന്നു. ഒരു 40 മീറ്റർ മുന്നോട്ട് നടന്നിട്ടുണ്ടാകും. അപ്പോൾ 2 പേർ ഞങ്ങൾക്ക് കാണാവുന്ന അവസ്ഥയിലായി. എല്ലാം കൊണ്ടും സൗകര്യം. വെടിപ്പാടകലം മാത്രം. ഈ ചാൻസ് കളഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇതുപോലൊരെണ്ണം കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിയില്ല. ഞങ്ങൾ ഫയർ ചെയ്തു. പിന്നിൽ നിന്ന് 2 പേരും മുന്നോട്ട് വീഴുന്നത് കണ്ടു. ബാക്കിയുള്ളവരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചൊരാക്രമണമുണ്ടായെങ്കിലോ എന്ന് കരുതി മുന്നോട്ടടുക്കാതെ ഞങ്ങൾ ഒളിസ്ഥലത്ത് തന്നെ പതുങ്ങിക്കിടന്നു. 2 പേർ വീണത് അവരെ ഞടുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പ്രത്യാക്രമണത്തിന് നിൽക്കാതെ എത്രയും വേഗം അവർ രക്ഷപ്പെടും. അത് തന്നെ സംഭവിച്ചു. അവരിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആ 2 പേരുടെയും വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് കാണാം. കമിഴ്ന്നു കിടക്കുന്നതായതുകൊണ്ട് ആളിൻ്റെ രൂപമൊന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും ആ ശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവർ 2 പേരുടെയും കാര്യം തീർന്നിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടുകയും ചെയ്തു. മറ്റവർ 2 പേരും കൂടി ഓടിപ്പോകുന്നതിൻ്റെ ശബ്ദം മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. 2 പേർ ഓടിപ്പോകുന്ന ആ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു. അവർ കുറേ അകലെ എത്തി എന്ന് കണ്ടതുകൊണ്ട്
ഞങ്ങൾ മെല്ലെ പതുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് ചെന്നു. വെടികൊണ്ട രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. അവരുടെ കൈകളിലുണ്ടായിരുന്ന തോക്കുകൾ ഓടിപ്പോയവർ എടുത്തുകൊണ്ടുപോയി. ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങളൊന്നും അവരുടെ കൈകളിലില്ല. അവർ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവരെ തിരിച്ചു കിടത്തി നോക്കിയിട്ടും ഞങ്ങൾക്ക് കണ്ടുപരിചയമില്ല. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോട്ടോകളിൽ ഒന്നും ഈ രണ്ടുപേരുടെയും ഫോട്ടോ ഇല്ല. അതോടെ ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലായി. വല്ല നായാട്ടുകാരുമായി പോയോ? അങ്ങനെയെങ്കിൽ പണി പാളും. അതുകൊണ്ട് കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോഴാണ് ഞാൻ മോഹനൻ സാറിൻ്റെ കാര്യം ഓർത്തത്. നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതിൽ പ്രതികൾ മിക്കവാറും നക്സൽ ബന്ധമുള്ളവർ ആയിരിക്കും എന്നും പറഞ്ഞ് കേട്ടറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. സാറ് മുഖാന്തരമാണല്ലോ നിങ്ങൾ അറിഞ്ഞതും ഇങ്ങോട്ട് വന്നതും. തിരിച്ചറിയാൻ സഹായിക്കാൻ പറ്റിയ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നു. അയാളാണല്ലോ പുറകിൽ വരുന്നത്. ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തീർന്നു. അപ്പോഴേക്കും സുമേഷ് നടപ്പ് നിർത്തി മുന്നിലേക്ക് കൈ ചൂണ്ടി. പറഞ്ഞ സ്ഥലത്ത് എത്തിയെന്ന് മനസ്സിലായി. കുറച്ചു മുന്നിലായി രണ്ടുപേർ വീണ് കിടക്കുന്നത് കാണാം. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള രണ്ട് പുരുഷന്മാരാണ്. അവരുടെ മുഖങ്ങൾ നോക്കിയെങ്കിലും രണ്ടുപേരെയും തിരിച്ചറിയാൻ ജീവന് കഴിഞ്ഞില്ല. ജീവൻ തന്നെയാണ് നന്ദനെ വിളിച്ച് മുന്നോട്ട് വരുത്തിയത്. നന്ദൻ രണ്ടുപേരെയും നോക്കി. അയാളുടെ ഭാവങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ജീവൻ നിന്നു. അയാളുടെ മുഖഭാവത്തിൽ നിന്നും വായിച്ചെടുക്കാം കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ള ഏകദേശ വിവരം. ഏതെങ്കിലും കാരണവശാൽ അത് നിഷാദ് ആണെങ്കിൽ അയാളുടെ മുഖം വിവരണമാകും എന്ന കാര്യം തീർച്ച. കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. ചോദ്യം ചെയ്യലിൻ്റെ സാഹചര്യത്തിലോ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നപ്പോഴോ കാണാത്ത ഒരു ഭാവമായിരുന്നു നന്ദൻ്റെ മുഖത്ത് അവർ കണ്ടത്. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവനെ നിങ്ങൾ വെടിവെച്ചു കൊന്നത്? അതിനുള്ള മറുപടി നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ട്. ആ അവകാശം ഇവർക്കും ഉണ്ടായിരുന്നില്ലേ? അതിന് സുമേഷ് പ്രതികരിച്ചില്ല. ന്യായവാദത്തിനോ തർക്കത്തിനോ വേണ്ടിയല്ല നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ഈ വനത്തിലേക്ക് വന്നത്. കൊല്ലപ്പെട്ടത് ആരെന്നാണ് അറിയേണ്ടത്. നിനക്കറിയാം അതാരാണെന്ന്. ഇനി അത് പറയാൻ തയ്യാറാവാത്ത താമസം മാത്രമേ ഉള്ളൂ. നന്ദൻ മറുപടി പറയാൻ തയ്യാറായി. അതിനു മുൻപ് ജീവൻ ജോസിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. കൊല്ലപ്പെട്ടത് ആരെന്നായിരിക്കും നന്ദൻ പറയുക? നിഷാദ് അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കുമോ? വനത്തിൽ നിന്നും ലഭിച്ച ആ മൃതദേഹങ്ങൾ അന്വേഷണത്തെ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നന്ദൻ അടുത്ത നിമിഷം പറയാൻ പോകുന്ന പേര് ആരുടേതാണ്? അത് നിഷാദാണോ? അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റാരെങ്കിലുമാണോ? അതറിയാൻ അടുത്ത ഭാഗം കേൾക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നമുക്കൊരുമിച്ച് മുന്നേറാമെന്നേ.